ഓക്കെ, ഇനി നമുക്ക് ഇയേഴ്സ് ചെയ്യണം നോക്കാം. അതിൽ ഒരു യാൺ എടുത്തിട്ടുണ്ട്. മാജിക് റിങ് ചെയ്യാം. മാജിക് റിങ്ങിൽ 6 സിംഗിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത് കേട്ടോ. 6 സിംഗിൾ ക്രോഷ്യയിൽ മാജിക് റിങ് ചെയ്തു. ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ, അതിൽ സ്റ്റിച്ച് മാർക്കർ ഇടാം. സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ, തേർഡ് സിംഗിൾ ക്രോഷ്യ, ഫോർത്ത് സിംഗിൾ ക്രോഷ്യ, ഫിഫ്ത്ത് സിംഗിൾ ക്രോഷ്യ ആൻഡ് സിക്സ്ത്. അങ്ങനെ 6 സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നുണ്ട്. ഈ മാജിക് റിങ് ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് 1 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് എന്നാണ് നെക്സ്റ്റ് പാറ്റേൺ റൗണ്ട് 2ൽ വരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇതൊന്നുകൂടെ ഒന്ന് ക്ലോസ് ആക്കി കൊടുക്കാം. ഇനി ഞാൻ സ്റ്റിച്ച് മാർക്കറിന് പകരമായിട്ട് ഒരു യാണ് തന്നെയാണ് യൂസ് ചെയ്യണത്. ഈ ഒരു യാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്ത് നമ്മൾ എടുക്കുമ്പോൾ അതിൽ ഹോൾസ് ഉണ്ടാവും. ഹോൾസ് എന്ന് വെച്ചാൽ ചെയ്ത് ഓരോന്ന് കഴിയുമ്പോൾ ചെറിയൊരു അധികം ഫിനിഷിങ് ഇല്ലാത്ത പോലെ തോന്നില്ലേ. ഈ അമിഗുറുമിയിൽ അതുകൊണ്ട് ഇതുപോലൊരു യാൺ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഹോളില്ലാതെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി നെക്സ്റ്റ് ഇൻക്രീസ് ആണ്. 1 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, ഫസ്റ്റത്തെ ഇൻക്രീസ് ആണ്. സെക്കൻഡിന് 1 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. വീണ്ടും 1 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. ഇൻക്രീസ്. അങ്ങനെ 1 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് എന്നുള്ളതിൽ ചെയ്തിട്ടുണ്ട്. 3 ടൈംസ് ആണ് ചെയ്യേണ്ടത്. ടോട്ടൽ 9 സ്റ്റിച്ചസ് ആണ് ഉണ്ടാവുക കേട്ടോ. കൗണ്ട് ചെയ്യണം. ഇനി നെക്സ്റ്റ് ഈ യാണിനെ തന്നെ നമുക്ക് ബാക്കിലൂടെ ഈ യാണിനെ ഇങ്ങനെ ബാക്കിലൂടെ ഇങ്ങനെ വലിച്ചിട്ട് ഇവിടേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇനി നെക്സ്റ്റ് 2 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ആണ്. അപ്പോൾ ഇനി അത് ചെയ്യാം. ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ, ഇനി ഇൻക്രീസ് 1 2. ഓക്കെ, ഇങ്ങനെ 3 ടൈംസ് ചെയ്യണം. ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ, ഇൻക്രീസ് 1 2. ഇനി റിപ്പീറ്റ് 1 സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ, ഇൻക്രീസ്. ഇൻക്രീസിൽ 1 സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ. അങ്ങനെ നെക്സ്റ്റ് റൗണ്ട് 3യും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി റൗണ്ട് 4 എന്ന് പറയുന്നത് സിംഗിൾ ക്രോഷ്യ ഈച്ചാണ്. അപ്പോൾ സെയിം തന്നെ നമ്മൾ ഈ സ്റ്റിച്ച് മാർക്കർ യാണിനെ വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇതിനെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ റൗണ്ട് ഫുള്ളായിട്ട് സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. 1 2 3 4 5 6 7 8 9 10 11 12. അങ്ങനെ 12 സ്റ്റിച്ചസ് ഉണ്ട്.
ഓക്കെ, ഇനി റൗണ്ട് 5 എന്ന് പറയുന്നത് സിംഗിൾ ക്രോഷേ 2 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് എന്നുള്ളത് തന്നെ റിപ്പീറ്റ്. ഓക്കെ, അപ്പോൾ ഈ ആണ് നമ്മൾ സ്റ്റിച്ച് മാർക്കറായിട്ട് യൂസ് ചെയ്ത യാണിനെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇനി 2 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് എന്നുള്ളതിൽ ചെയ്യാം. 1 സിംഗിൾ ക്രോഷേ and second single crochet, increase 1 2 1 single crochet, second single crochet, 1 increase ആണ് 1 2. next 1 single crochet, second single crochet, increase 1 2, first single crochet, second single crochet, increase 1 2. ഇപ്പോൾ റൗണ്ട് 5 വരെ ചെയ്ത് കഴിഞ്ഞു. ഇത് നമ്മൾ ചെയ്ത് വരുമ്പോൾ ഈ ഒരു സൈഡായിട്ടാണ് വരിക, അതായത് റോങ് സൈഡായിരിക്കും ചിലപ്പോൾ അങ്ങനെ ചെയ്ത് വരുമ്പോൾ വരിക. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഇത് കഴിയുമ്പോഴും ഇങ്ങനെ ഒന്നുള്ളിലേക്ക് അങ്ങനെ ആക്കി കൊടുക്കാം. റൈറ്റ് സൈഡായിട്ട് നല്ല നമ്മൾ ചെയ്തതിൽ ഫിനിഷിംഗ് ആയിട്ട് തോന്നുന്ന സൈഡാണ് റൈറ്റ് സൈഡ്, മറ്റേത് റോങ് സൈഡാണ്. അപ്പോൾ അത് ക്ലിയർ ആക്കണം കേട്ടോ. ഇനി റൗണ്ട് 5 എന്ന് റൗണ്ട് 6 എന്ന് പറയുന്നത് സിംഗിൾ ക്രോഷേ ഈച്ചാണ്. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്യാം. സ്റ്റിച്ച് മാർക്കർ ഇട്ടുണ്ട്. ഫസ്റ്റ് സിംഗിൾ ക്രോഷേ, 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 സ്റ്റിച്ചസ് സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് 3 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് എന്നാണ്. റൗണ്ട് 7 ആണ് അത് വരുന്നത്. 3 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് എന്ന് കേട്ടോ. ഓക്കെ, ഇനി ഫസ്റ്റ് സിംഗിൾ ക്രോഷേ 1 2 3 increase 1 2 1 2 3 increase 1 2. സെയിം തന്നെ റിപ്പീറ്റ്. 1 2 3 increase. Repeat 1 2 3 increase. ഓക്കെ, അങ്ങനെ റൗണ്ട് 7 വരെ ചെയ്തിട്ടുണ്ട്. ഇനി റൗണ്ട് 8 തൊട്ടിട്ട് 15 വരെ, റൗണ്ട് 15 വരെ 1 സിംഗിൾ ക്രോഷേ ഈച്ചാണ് ചെയ്യേണ്ടത്. അതായത് ഓരോന്നിലും സിംഗിൾ ക്രോഷേ വീതം അങ്ങനെ റൗണ്ട് 8 തൊട്ടിട്ട് റൗണ്ട് 15 വരെ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതുവരെ ചെയ്തിട്ട് വരാം ഓരോ സിംഗിൾ ക്രോഷേ വീതം. ഓക്കെ, അപ്പോൾ നമ്മളിതാ റൗണ്ട്
8 തൊട്ട് റൗണ്ട് 15 വരെ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കർ എടുക്കാം. ടോട്ടലി 20 സ്റ്റിച്ചസ് ഉണ്ടാവും. കൗണ്ട് ചെയ്ത് നോക്കണേ. സ്റ്റിച്ച് മാർക്കർ എടുക്കാം. ഓക്കെ, നമ്മൾ സ്റ്റിച്ച് മാർക്കറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ഹോൾ ഉണ്ടാവും. ഇതാവുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ ആ ഹോളൊക്കെ ഒന്ന് പൊയ്ക്കോളും. ഓക്കെ, ഇപ്പോൾ ഇതുപോലെ തന്നെ 2 എണ്ണമാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാൻ 2 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ സ്വീ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു റാബിറ്റിൻ്റെയൊക്കെ ഇയർ പോലെ സ്വീ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതും അതുപോലെ ചെയ്യാം. ഓക്കെ, ഇനി ഇത് ലോങ് ടൈലായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ലോങ് ടൈലായിട്ട് കട്ട് ചെയ്യണം. നമുക്ക് അതിൽ സ്വീ ചെയ്ത് ഈ സൈഡിൽ സ്വീ ചെയ്ത് വെക്കാനും ഒക്കെ കൂടി വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിനെയും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അതുപോലെ ഇങ്ങനെ ജോയിൻ്റ് ആക്കി എടുക്കണം. അതിനായിട്ട് നമുക്കിത് എടുക്കാം. ഇനി ഈ ഒരു അറ്റം, നമ്മുടെ ഈ ചെയ്ത് വന്ന ഈ ഒരു അറ്റം സൈഡിലേക്ക് ആക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ ഇവിടെ ഇത് ഫോൾഡായി വരില്ലേ, ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ ഇപ്പോൾ ഇങ്ങനെ ഈ രണ്ടതും ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വയ്ക്കുക. ഫോൾഡ് ചെയ്ത് വരുമ്പോൾ ഇതിങ്ങനെ ഉണ്ടാവും. ഇനി നമുക്ക് ഇത് തമ്മിൽ സ്വീ ചെയ്തെടുക്കണം. കറക്റ്റ് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് അടിയിക്ക് നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഇത് അടിയിക്ക് പോകരുത്, കറക്റ്റായിട്ട് തന്നെ ഉണ്ടാവണം. എന്നാലാണ് അതിൻ്റെ ഒക്കെ കൂടെ നമുക്ക് സ്വീ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് സ്വീ ചെയ്തെടുക്കാം. കറക്റ്റ് ഇതിങ്ങനെ ഇതാക്കിയിട്ട് ഇനി ശ്രദ്ധിച്ച് സ്വീ ചെയ്യണം. അതായത് ഞാൻ പറയില്ലേ, ഇത് 4 എണ്ണം, അതായത് ഇതിങ്ങനെ മടക്കുമ്പോൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ 4 എണ്ണം ഉണ്ടാവും. ഇവിടെയും ഇതും ഇങ്ങനെ ഈ 4 എണ്ണം ആയിട്ട് വേണം നമുക്ക് സ്വീ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ ഓരോ സ്റ്റിച്ചസ് ഉണ്ടാവുമല്ലോ, നമ്മൾ ചെയ്ത സ്റ്റിച്ചസ് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെയാണ് കൊണ്ടുപോകണത്. അതായത് ഈ ഒരു ഇതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ എടുക്കും, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ എടുക്കും, എന്നിട്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലൂടെ എടുക്കണം. ഇത് കറക്റ്റ് ഫോൾഡ് ചെയ്തിട്ട് തന്നെ എടുക്കണം കേട്ടോ. ഞാനത് അറിയാൻ വേണ്ടിയിട്ട് മാറ്റിയതാണ്. എല്ലാത്തിൻ്റെയും സ്റ്റിച്ചസിൻ്റെ ഇടയിലൂടെ അല്ല, മുകളിലത്തെ സ്റ്റിച്ചിൻ്റെ ഇടയിലൂടെ എടുത്ത് സ്വീ ചെയ്തെടുക്കണം. ഓക്കെ, ഇനി ഇതിങ്ങനെ നമ്മൾ സ്വീ ചെയ്യുമ്പോൾ ഈ അടിയത്തെ ഉള്ളിലേക്ക് പോയ പോലെ കണ്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിലൂടെ തന്നെ എടുക്കണം പറയും. കാരണം നമ്മൾ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കാണ്ട് വരുമ്പോൾ ഇത് അടിയിക്കും പോകും, ഇത് മുകളിക്കും വരും. അതുകൊണ്ടാണ് കേട്ടോ. ഇതിൻ്റെ ഓക്കെ, ഇനി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് ഇതുവരെ ഒന്നും കൂടി സ്വീ ചെയ്തെടുക്കുക. അപ്പോൾ ഒന്നുകൂടെ ടൈറ്റ് ആവും. ഓരോ സ്റ്റിച്ചസിൻ്റെയും നമ്മൾ ഈ ക്രോഷറ്റ് ഹൂക്ക് ഇടില്ലേ, അതിൻ്റെ ഓരോ സ്റ്റിച്ചസിൻ്റെ ഉള്ളിൽ കൂടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈറ്റ് ഇല്ലാതെ തന്നെ ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും.
ഓക്കെ, അപ്പോൾ നമ്മൾ സീ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് അതിലേക്ക് ജോയിൻ ചെയ്യണം. അത് ലാസ്റ്റാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് എല്ലാം കൂടി ജോയിൻ ചെയ്യാം.